ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു പഠിക്കുക എന്നുള്ളത് നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറയണം. പറയാൻ നിങ്ങൾ ഒരിക്കലും മടി പിടിക്കരുത്, ഒപ്പം തന്നെ പറയണം. ഞാൻ 1, 2, 3 വട്ടമൊക്കെ പറയുന്നുണ്ട്. ബോറടിക്കാതെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് മുഷിപ്പ് തോന്നാതെ തന്നെ നിങ്ങൾ പറയണം. അപ്പം നമുക്കിന്ന് തുടങ്ങിയേക്കാം. ഞാൻ നിന്നെ ഇന്നലെ കണ്ടില്ലല്ലോ, നീ എവിടെ പോയേ? നമ്മൾ ചോദിക്കില്ലേ, ഐ ഡിഡ്ന്റ് സീ യു യെസ്റ്റർഡേ, വെർ ഡിഡ് യു ഗോ? ഇന്നലെ നിന്നെ ഞാൻ കണ്ടില്ല, നീ എവിടെ പോയേ? ഐ ഡിഡ്ന്റ് സീ യു യെസ്റ്റർഡേ, വെർ ഡിഡ് യു ഗോ? എങ്ങനെയാണ് ചോദിക്കുക? ഇന്നലെ നിന്നെ കണ്ടില്ല, നീ എവിടെ പോയേ? ഗോ എങ്ങനെയാണ്? ഐ ഡിഡ്ന്റ് സീ യു യെസ്റ്റർഡേ, വെർ ഡിഡ് യു ഗോ? നിങ്ങൾ ഇനി പറയൂ, ഇന്നലെ നിന്നെ ഞാൻ കണ്ടില്ല, നീ എവിടെയാണ് പോയത്? ഗോ, വേർ ഡിഡ് യു ഗോ? അപ്പോൾ പറയാണ്, യെസ്റ്റർഡേ ഐ ഹാഡ് ആൻ ഇൻ്റർവ്യൂ. ഐ ഹാഡ് ആൻ ഇൻ്റർവ്യൂ യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഐ ഹാഡ് ആൻ ഇൻ്റർവ്യൂ യെസ്റ്റർഡേ. എങ്ങനെയാണ്? യെസ്റ്റർഡേ. ഇന്നലെ നിന്നെ കണ്ടില്ല, നീ എവിടെയാണ് പോയേ? യെസ്റ്റർഡേ. ഇൻ്റർവ്യൂവിന് പോയി എന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? ആൻഡ് വാട്ട് ഹാപ്പൻ? എന്നിട്ട് എന്തായി? ഡിഡ് യു ഗെറ്റ്? നിനക്ക് കിട്ടിയോ? എങ്ങനെ ചോദിക്കും? എന്നിട്ട് എന്തായി? ആൻഡ് വാട്ട് ഹാപ്പൻ? ഡിഡ് യു ഗെറ്റ്? എങ്ങനെയാണ് ചോദിക്കുക? ആൻഡ് വാട്ട് ഹാപ്പൻ? ഡിഡ് യു ഗെറ്റ്? എന്നിട്ട് എന്തായി? നിനക്ക് കിട്ടിയോ? യെസ്റ്റർഡേ ഐ ഹാഡ് ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ്? ആൻഡ് വാട്ട് ഹാപ്പൻ? ഡിഡ് യു ഗെറ്റ്? അങ്ങനെ ചോദിക്കും. അപ്പം നമ്മൾ പറയാണ്, അവർ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ മെയിൽ അയക്കുമെന്നാണ് പറഞ്ഞത്. ദേ സെഡ് ദാറ്റ്, അവരെന്താണ് പറഞ്ഞത്? ദേ വിൽ സെൻഡ് ദ മെയിൽ ആഫ്റ്റർ 2 days. ദേ സെഡ് ദാറ്റ് ദേ വിൽ സെൻഡ് ദ മെയിൽ ആഫ്റ്റർ 2 days. 2 ദിവസം കഴിയുമ്പോൾ മെയിൽ അയക്കുമെന്നാണ് അവർ പറഞ്ഞത്. മെയിൽ അയക്കുമെന്ന് അവർ പറഞ്ഞു. എങ്ങനെയാണ് പറയേണ്ടത്? ദേ സെഡ് ദാറ്റ് ദേ വിൽ സെൻഡ് ദ മെയിൽ ആഫ്റ്റർ 2 days. പറയൂ. ദേ വിൽ സെൻഡ് ദ മെയിൽ 2 days. നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്, പറയൂ. 2 days. 2 ദിവസം കഴിയുമ്പോൾ മെയിൽ അയക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, നിനക്ക് ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നോ? എങ്ങനെ ചോദിക്കുന്നത്? വാസ് ദ ഇൻ്റർവ്യൂ ഈസി ഫോർ യു? വാസ് ദ ഇൻ്റർവ്യൂ ഈസി ഫോർ യു? നിനക്ക് ഇൻ്റർവ്യൂ എളുപ്പം ആയിരുന്നോ? വാസ്, നമ്മൾ വാസൊക്കെ പഠിച്ചാണ്, വാസ് വേറൊക്കെ പഠിച്ചാണ്. എങ്ങനെ ചോദിക്കാം? വാസ് ദ ഇൻ്റർവ്യൂ ഈസി ഫോർ യു? ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നോ? ഈസി ഫോർ യു. അപ്പോൾ നമ്മൾ പറയും ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം? വെൻ ആസ്ക്ഡ് ഇഫ് ഇറ്റ് വാസ് ഈസി സെഡ് സംതിങ്. എന്തൊക്കെയോ പറഞ്ഞു. വെൻ ആസ്ക്ഡ് ഇഫ് ഇറ്റ് വാസ് ഈസി സെഡ് സംതിങ്, അല്ലേ? എന്തൊക്കെയോ പറഞ്ഞു. എങ്ങനെയാണ് പറയണേ? വെൻ ആസ്ക്ഡ് ഇഫ് ഇറ്റ് വാസ് ഈസി സംതിങ്, എന്തൊക്കെയോ പറഞ്ഞു. വെൻ ആസ്ക്ഡ് ഇഫ് ഇറ്റ് വാസ് ഈസി സംതിങ്, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയും എനിവേ, എന്താണെങ്കിലും വി വിൽ നോ ആഫ്റ്റർ 2 days. 2 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം. എന്താണ്? എനിവേ, എന്താണേലും വി വിൽ നോ ആഫ്റ്റർ 2 days. തന്നെയാണ് പറയേണ്ടത്. എന്താണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ അറിയാം. എങ്ങനെ പറയും? 2 days. 2 ദിവസം കഴിയുമ്പോൾ അറിയാം. അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? ഇന്നലെ നിന്നെ കണ്ടില്ല, നീ എവിടെയായിരുന്നു? ഗോ. അപ്പോൾ പറയും എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എങ്ങനെയാണ്? ഇൻ്റർവ്യൂ നിനക്ക് എളുപ്പമായിരുന്നോ? ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നോ? ഈസി ഫോർ യു. എന്നിട്ട് എന്തായി? കിട്ടിയോ? ഗെറ്റ്. അപ്പോൾ നമ്മൾ പറയും 2 ദിവസം കഴിയുമ്പോൾ മെയിൽ അയക്കാമെന്ന് അവർ പറഞ്ഞു. മെയിൽ അയക്കുമെന്ന് അവർ പറഞ്ഞു. എങ്ങനെ പറയും? ദേ സെഡ് ദാറ്റ് 2 days. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാണ് എളുപ്പമായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ പറഞ്ഞു. വെൻ ഈസി സംതിങ്. അപ്പോൾ ഇനി വരുന്നൊരു ചോദ്യമാണ്, നിനക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേറെ ജോലിക്കൊക്കെ നോക്കിക്കൂടെ എന്ന് ചോദ്യം, അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയണം? ഡോണ്ട് യു ട്രൈ, നിനക്ക് ട്രൈ ചെയ്തുകൂടെ? ഡോണ്ട് യു ട്രൈ എനി അതർ ജോബ് വിത്ത് യുവർ സർട്ടിഫിക്കറ്റ്. ഡോണ്ട് യു ട്രൈ
എനി അതർ ജോബ് വിത്ത് യുവർ സർട്ടിഫിക്കറ്റ്. നിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേറെ ജോലിക്ക് ശ്രമിച്ചൂടെ? ഡോണ്ട് യു ട്രൈ അതർ ജോബ്. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഡോണ്ട് യു ട്രൈ അതർ ജോബ് വിത്ത് യുവർ സർട്ടിഫിക്കറ്റ്. ഇപ്പം ട്രെൻഡായി നിൽക്കുന്ന വേറൊരു ചോദ്യം കൂടിയാണ്, നിനക്ക് പുറത്തേക്ക് പോയിക്കൂടെ? എങ്ങനെ ചോദിക്കും? ഡോണ്ട് യു വാണ്ട് ടു ഗോ ഔട്ട്? ഈ ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്തേക്കല്ല, നമ്മൾ ചോദിക്കുന്ന ഈ പുറത്തേക്കെന്ന് ചോദിക്കുന്നത് എങ്ങോട്ടാണ് അല്ലേ? ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്നൊരു ചോദ്യമാണ്, പഠിച്ചിറങ്ങിയാൽ ഉടനെ ഉള്ളൊരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണിത്. എന്താണ് ചോദിക്കുക? ഡോണ്ട് യു വാണ്ട് ടു ഗോ ഔട്ട്? ഡോണ്ട് യു വാണ്ട് ടു ഗോ ഔട്ട്? ഡോണ്ട് യു ട്രൈ എനി അതർ ജോബ് സർട്ടിഫിക്കറ്റ്? ഡോണ്ട് യു വാണ്ട് ടു ഗോ ഔട്ട്? പുറത്തേക്ക് പോകാൻ ശ്രമിച്ചൂടെ? പുറത്തേക്ക് പോകാൻ മേലെ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ പറയാണ് എനിക്ക് ഇവിടെ ജോലി ചെയ്യാനാണ് ഇഷ്ടം. എങ്ങനെ പറയണം? ഐ ലൈക്ക് വർക്കിംഗ് ഇൻ അവർ കൺട്രി. എങ്ങനെയാണ്? എൻ്റെ സ്വന്തം രാജ്യത്ത്. ഐ ലൈക്ക് വർക്കിംഗ് ഇൻ അവർ കൺട്രി. എങ്ങനെ പറയണം? കൺട്രി. ഇതൊക്കെയല്ലേ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും കൂട്ടുകാരുടെ ഇടയിലുമൊക്കെയുള്ള സംസാരം അല്ലേ? നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആരേലും മടി പിടിച്ചിരിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ പറയണം. ഇതിൻ്റെ ഒരു അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ കാണണം. നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം. അപ്പോൾ ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന്, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, പറയാൻ പറ്റുന്നില്ല. ഇതെൻ്റെ അടുത്ത് എനിക്ക് കുറേ വരുന്ന മെസ്സേജുകളാണ്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് സംസാരിക്കാൻ കിട്ടും, പക്ഷെ അതെന്താ മറുപടി പറയാൻ? അതിന് വാക്കില്ല. വാക്കുകളാണല്ലോ നമ്മുടെ സംസാരമായി പുറത്തേക്ക് വരുന്നത്, വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന ഷോർട്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഷോർട്സ് ഓരോ വൊക്കാബുലറി വെച്ച് വരും, അതിൻ്റെ മീനിങ് എന്താണെന്നും ഒക്കെ വരും. നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ഒരു ബുക്ക് എടുത്തിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ 30 ദിവസം എൻ്റെ ഷോർട്സ് വന്ന 30 വൊക്കാബുലറി നിങ്ങൾക്കായി ആയില്ലേ? അപ്പോൾ 30 വാക്ക് നിങ്ങൾ അറിയാതെ തന്നെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഒരു 5 എണ്ണം തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് ഒരിക്കലും ഓർത്തിരിക്കില്ല. അപ്പോൾ ഓരോ ദിവസവും തരുന്ന ഓരോ വൊക്കാബുലറി ബുക്കിലെഴുതി കീപ്പ് ചെയ്ത് ബുക്ക് അടച്ച് വെക്കരുത്. ആ ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങളൊരു സെൻറ്റൻസ് അന്നത്തെ ദിവസം പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആ വൊക്കാബുലറിയുടെ അടിയിൽ നിങ്ങൾ ഓരോ സെൻറ്റൻസും എഴുതണം, കമൻ്റായിട്ട് വിടുക. എഴുതിയിട്ട് നിങ്ങളത് പറയുകയും കൂടെ ചെയ്യണം. അങ്ങനെ നമ്മൾ വൊക്കാബുലറി കൂടി പഠിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ റെഡിയാണല്ലോ? ഓക്കെ, അടുത്ത ദിവസം മുതൽ വരുന്നതായിരിക്കും. ഇനി മറ്റൊന്ന്, ജൂൺ 1-ാം തീയതി മുതൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന അന്ന് മുതൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള 30 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ, അതായത് വെറുതെ ഇരുന്ന് നിങ്ങൾ സമയം വീട്ടിൽ ഒത്തിരി പണികളുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. ഞാനും ഒരു വീട്ടമ്മയാണ്. ആ പണികളെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കുറച്ച് അറിവ് നിങ്ങൾക്കും വേണം. നിങ്ങൾ ഈ വീടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോകാതെ കുറച്ച് പാത്രങ്ങളോട് വർത്തമാനം പറഞ്ഞും, അതല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് പച്ചക്കറി തോട്ടത്തിൽ വർത്തമാനം പറഞ്ഞും അതല്ല. നിങ്ങളുടെ അറിവ് കുറച്ചും കൂടെ വളരണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് ഏറ്റവും താഴെ നിന്ന് തുടങ്ങുന്ന ക്ലാസ് ജൂൺ 1-ന് തുടങ്ങുകയാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അമ്മമാർ ഇപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കണം. പിന്നെന്താണ്? അതേപോലെ നമുക്ക് സംസാരിച്ച് പഠിക്കാനുള്ള ട്രെയിനിങ് ക്ലാസ്സുകളുമുണ്ട്. അപ്പോൾ ഇത് ജൂൺ 1-ലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചു തന്നെ വേണം. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ജൂൺ 1 മുതൽ ഞാൻ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ 30 ദിവസത്തെ ക്ലാസ്. കാരണം അമ്മമാർക്ക് ഒത്തിരി തിരക്കുള്ളവരാണ്. ഞാൻ 2-3 മാസത്തേക്കെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് കൊണ്ട് സാധ്യമല്ല. ഞാനും ഒരു അമ്മയാണ്, ഒരു വീട്ടമ്മയാണ്. ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് 30 ദിവസത്തെ ക്ലാസ്സിൽ ആദ്യം നിങ്ങൾ ജോയിൻ ആവുക, പഠിക്കുക. അതിനുശേഷം നമുക്ക് നിങ്ങളൊരു ഗ്രൂപ്പായി കഴിയുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലെവലിലോട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ വേറെ എന്തുണ്ട്? നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ. രാവിലെ എല്ലാവരും ജോലിക്കൊക്കെ പോയി കാണുമായിരിക്കും. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ക്ലാസ്സൊക്കെ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ 1, 2, 3 വട്ടം കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്നോ പറഞ്ഞതാണ്, ഒത്തിരി പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യുക. കാര്യമുണ്ടല്ലോ, നിങ്ങൾക്കിങ്ങനെയൊന്നും തൊട്ടാൽ മതി. പക്ഷേ അന്നേരം എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ ഉപരി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ എനിക്ക് വല്ലാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് മനസ്സിലാകുന്നൊക്കെ ഉണ്ട് എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. കാരണം അങ്ങനെ പോകുമ്പം
എന്നെ നിങ്ങൾ അവഗണിക്കുകയാണെന്നൊരു തോന്നൽ എനിക്ക്. അപ്പോൾ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക. എനിക്ക് അന്നേരം ഭയങ്കര സന്തോഷവുമാകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം.